നേട്ടങ്ങൾ, കോട്ടങ്ങൾ, നഷ്ടങ്ങൾ. അതാണ് 2025 കേരള ചിത്രം. വികസനത്തിലൂന്നിയുള്ള ജനക്ഷേമ പ്രവർത്തനം. ഇത് ആപ്തവാക്യമാക്കി പ്രവർത്തിച്ച ഒരു സംസ്ഥാന സർക്കാർ. അതുതന്നെയാണ് 2025 പ്രത്യേകത. നമുക്ക് 2025 കേരളത്തിലൂടെ സഞ്ചരിക്കാം. കാണാം വർഷചക്രം. 2025 കേരളം പുതുചരിത്രം രചിച്ചു. അതിദരിദ്രർ ഇല്ലാത്ത കേരളം എന്ന പ്രഖ്യാപനത്തിലൂടെ ആയിരങ്ങളെ സാക്ഷിയാക്കിയാണ് 64,006 കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ ചേർത്തുപിടിച്ചത്. കേരളപ്പിറവി ദിനത്തിൽ തന്നെ അങ്ങനെ കേരളം ലോകത്തിന് മാതൃകയായി. ഞാൻ തന്നെയായിരുന്നു ചാപ്പ കെട്ടിക്കൊണ്ടിരുന്ന പോലെ മെടഞ്ഞ് തന്നെ കെട്ടി ആണ് കിടന്നത്. ഇപ്പം സർക്കാരിന്റെ പേര് പണിത് തന്നതുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു. വീട് കിട്ടിയെങ്കിൽ ആശ്വാസമായി. ഓരോരുത്തർ തന്ന അങ്ങനെയൊക്കെ സഹായിച്ചിട്ടാണ് മോളെ. പിണറായി സർക്കാർ ഉള്ളതിനെ കൊണ്ട് എനിക്ക് ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നിന്ന് ഭക്ഷണം കിട്ടുന്നുണ്ട്, കിടക്കാനൊരു വീട് കിട്ടി, മരുന്ന് കിട്ടി. അതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രതീക്ഷിക്കാത്തൊരു അരി ഞങ്ങൾക്ക് മാസം ബന്ധം കിട്ടും. പിന്നെ പെൻഷനുണ്ട്, അതുകൊണ്ട് ഞാനും ജീവിച്ചു. ഹസ്ബൻഡ് 5 മാസമായി മരിച്ചിട്ട്. എനിക്ക് മോനും ഇനി അങ്ങോട്ട് വളരാൻ വേണ്ടിയുള്ള ഉയർച്ചയും ഗവൺമെൻറ്റിൻ്റെ ഒരു ഇതിൽ നിന്നാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സമൂഹത്തിൽ ഏറ്റവും ദുർബലരെ ചേർത്ത് നിർത്തുക എന്നതാണ് ഏതൊരു സർക്കാരിന്റെയും ലക്ഷ്യം. സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്നതിനപ്പുറത്തേക്ക് മറ്റൊരു തെളിവുമില്ലാത്ത ഒരു വിഭാഗം ജനങ്ങൾ. ആ ജീവിതങ്ങൾക്കാണ് അതിദാരിദ്ര്യ മുക്ത കേരളം പദ്ധതി പുതുജീവൻ നൽകിയത്. നവംബർ 1 ആയിരങ്ങളെ സാക്ഷിയാക്കി തിരുവനന്തപുരത്തെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആ ചരിത്ര പ്രഖ്യാപനം നടത്തിയത്. മനുഷ്യന്റെ ഇച്ഛാശക്തിയും സാമൂഹിക ഇടപെടലും കൊണ്ട് ചെറുത്തു തോൽപ്പിക്കാവുന്ന ഒരവസ്ഥയാണ് അതിദാരിദ്ര്യം എന്നത്. ഈ നാടിൻ്റെ ആകെ സഹകരണത്തോടെയാണ് ആ ദുരവസ്ഥയെ നാം ചെറുത്തു തോൽപ്പിച്ചിരിക്കുന്നത്. മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി ആ ചരിത്ര പ്രഖ്യാപനത്തിന് സാക്ഷിയായി. ലോകത്തിന്റെ അതിസമ്പന്ന രാജ്യങ്ങളുടെ 20-1 ഭാഗം പോലുമില്ലാത്തൊരു കേരളമാണ് ഇത്രയും വലിയ നേട്ടങ്ങൾ കൊയ്യുന്നത്. അങ്ങനെ ലോകത്ത് തന്നെ ചൈനയ്ക്ക് ശേഷം ആദ്യമായി ഒരു പ്രദേശം അതിദാരിദ്ര്യ മുക്തമായി. എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ ആ പ്രഖ്യാപനത്തിലേക്കുള്ള യാത്ര ഒട്ടും എളുപ്പമായിരുന്നില്ല. 4 വർഷത്തെ എണ്ണയിട്ട യന്ത്രം പോലെയുള്ള ചിട്ടയായ പ്രവർത്തനത്തിന്റെ ഫലം കൂടിയാണ് അതിദാരിദ്ര്യമുക്ത കേരളം. ആ ചരിത്ര പ്രഖ്യാപനത്തിന്റെ നാൾവഴിയിലേക്ക് 2021 അധികാരത്തിലെത്തിയ 2ാം പിണറായി സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭായോഗത്തിലെ ആദ്യ തീരുമാനമായിരുന്നു അതിദരിദ്രർ ഇല്ലാത്ത കേരളം പദ്ധതി. ഉടൻ തന്നെ അതിന്റെ നടപടികളിലേക്കും സർക്കാർ കടന്നു. അങ്ങനെ 64,006 കുടുംബങ്ങളിലായി 1,03,099 വ്യക്തികളെ കണ്ടെത്തി. അടുത്ത ഘട്ടം എന്ന നിലയിൽ ആ പട്ടികയിൽ ഉള്ളവരോട് അവരുടെ ആവശ്യങ്ങൾ ചോദിച്ചറിഞ്ഞ് ആഹാരം, ആരോഗ്യം, വാസസ്ഥലം, വരുമാനമാർഗം എന്നിവ ലഭ്യമാക്കി.
പൈലറ്റായി വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി, അഞ്ചുതെങ്ങ് ഗ്രാമപഞ്ചായത്ത്, തിരുനെല്ലി ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിൽ പദ്ധതി തുടങ്ങി. ഇത് വിജയമായതോടെ പദ്ധതി സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും വ്യാപിപ്പിക്കുകയായിരുന്നു. അടിസ്ഥാന രേഖകൾ ഇല്ലാത്തവർക്ക് അത് ലഭ്യമാക്കി. ഭക്ഷണം കണ്ടെത്താൻ കഴിയാത്തവർക്ക് ഇടതടവില്ലാതെ ആഹാരം ഉറപ്പാക്കി. ആരോഗ്യ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്ക് ചികിത്സ ഉറപ്പാക്കി. ഉപജീവനമാർഗം, വീട് എന്നിവ ഇല്ലാത്തവർക്ക് അതും ഉറപ്പാക്കി. നിലവിൽ അതിദാരിദ്ര്യത്തിൽ നിന്നും കരകയറിയവർ വീണ്ടും ആ അവസ്ഥയിലേക്ക് പോകാതിരിക്കാനുള്ള ജാഗ്രതയും സർക്കാർ ഉറപ്പാക്കുന്നുണ്ട്. അതിദാരിദ്ര്യം ഇല്ലാത്ത സംസ്ഥാനമായി കേരളം മാറിയതിലൂടെ ലോകത്തിന് തന്നെ കേരളം വഴികാട്ടിയായി മാറുകയായിരുന്നു. കേരള ജനതയെ എന്നും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് മുന്നോട്ടു പോകുന്ന ഇടതുപക്ഷ സർക്കാർ ക്ഷേമ പെൻഷൻകാർ മുതൽ റബ്ബർ, നെൽ കർഷകർക്ക് വരെയുള്ള ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചു. അത് തന്നെയാണ് തെളിവ്. കേവലം പ്രഖ്യാപനങ്ങളിൽ ഒതുക്കാതെ കേരളപ്പിറവി ദിനം മുതൽ ആ പ്രഖ്യാപനങ്ങൾ യാഥാർത്ഥ്യമായി. അത് ആ സർക്കാരിന്റെ ഇച്ഛാശക്തിയെയാണ് നാം കണ്ടത്. സാധാരണക്കാരന്റെ ക്ഷേമത്തിലൂന്നിയുള്ള പ്രവർത്തനം, അത് തന്നെയാണ് LDF സർക്കാരിന്റെ മുഖമുദ്ര. അതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും സർക്കാർ തയ്യാറായില്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു 2025. 2025 ഒക്ടോബറിലെ ജനകീയ പ്രഖ്യാപനങ്ങൾ അതിന് ഉദാഹരണമാണ്. 1600 രൂപയിൽ നിന്ന് ക്ഷേമ പെൻഷൻ 2000 രൂപയായി വർദ്ധിപ്പിച്ചു. നിലവിലെ പ്രതിമാസ പെൻഷൻ 1600-നോടൊപ്പം 400 രൂപ കൂടി ഉയർത്തി പ്രതിമാസം 2000 രൂപയായി വർദ്ധിപ്പിച്ചതായി പ്രഖ്യാപിക്കുകയാണ്. അംഗനവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും പ്രതിമാസ ഓണറേറിയത്തിൽ 1000 രൂപയുടെ വർധനവ്. ആശാ വർക്കർമാരുടെ പ്രതിമാസ ഓണറേറിയവും 1000 രൂപ വർദ്ധിപ്പിച്ചു. ഇതേ തുടർന്ന് SUCA-യുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു വിഭാഗം ആശമാർ നടത്തിവന്ന സമരവും അവസാനിപ്പിക്കേണ്ടി വന്നു. ഇതിനു പുറമെ സംസ്ഥാന സർക്കാർ ജീവനക്കാർ, അധ്യാപകർ, പെൻഷൻകാർ എന്നിവർക്ക് നൽകാനുള്ള DA, DR കുടിശ്ശികയുടെ ഒരു ഗഡു കൂടി സർക്കാർ അനുവദിച്ചു. റബ്ബറിന്റെ താങ്ങുവില വർദ്ധിപ്പിച്ചതും നെല്ലിന്റെ സംഭരണ വില ഉയർത്തിയും കർഷകർക്കും വലിയ കൈത്താങ്ങാണ് സർക്കാർ നൽകിയത്. ഇതിനൊപ്പം 2 പുതിയ പദ്ധതികൾക്ക് കൂടി സംസ്ഥാന സർക്കാർ തുടക്കം കുറിച്ചു. സ്ത്രീകളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനായി സ്ത്രീ സുരക്ഷാ പദ്ധതി. നിലവിൽ സംസ്ഥാനത്തെ മറ്റ് സാമൂഹിക ക്ഷേമ പദ്ധതികളുടെയോ പെൻഷനുകളുടെയോ ഗുണഭോക്താക്കൾ അല്ലാത്ത സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം ലഭ്യമാക്കുന്ന പദ്ധതി. കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് എന്ന പേരിൽ യുവജനങ്ങൾക്കായും സാമ്പത്തിക സഹായം സർക്കാർ പ്രഖ്യാപിച്ചു. നൈപുണി വികസന കോഴ്സിൽ പഠിക്കുന്നവർക്കായി 1000 രൂപ വീതം സഹായം ലഭ്യമാക്കുന്നതാണ് പദ്ധതി. കേന്ദ്രത്തിന്റെ തെറ്റായ നടപടികൾ സൃഷ്ടിക്കുന്ന സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും കേരള ജനതയെ ചേർത്തുപിടിക്കാനാണ് സർക്കാർ ശ്രമം എന്നത് അടിവരയിടുന്നതായിരുന്നു ഈ തീരുമാനങ്ങൾ. 2025 നമ്മളെയെല്ലാം ആശങ്കയിലാഴ്ത്തിയ ഒന്നാണ് കൊച്ചിയിലുണ്ടായ കപ്പൽ ദുരന്തം. കൊച്ചി തീരത്ത് നിന്നും 38 നോട്ടിക്കൽ മൈൽ അകലെ MSCയുടെ എൽസ 3 മുങ്ങിയത് ചെറിയ പ്രത്യാഘാതമല്ല പരിസ്ഥിതിക്കുണ്ടാക്കിയത്. അതിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളും നിയമപോരാട്ടവും കേരളം ഇപ്പോഴും തുടരുകയുമാണ്. 2025 മെയ് 25-നാണ് MSCയുടെ എൽസ 3 എന്ന കപ്പൽ കൊച്ചി തീരത്ത് നിന്നും ഏകദേശം 38 നോട്ടിക്കൽ മൈൽ അകലെ കടലിൽ ചരിഞ്ഞത്. കപ്പലിലെ ഒരു കമ്പാർട്ട്മെന്റിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ചരിഞ്ഞ കപ്പൽ തൊട്ടടുത്ത ദിവസം മുങ്ങാൻ തുടങ്ങി. 24 ജീവനക്കാരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും നാവികസേനയും സംയുക്തമായി അവരെ പൂർണ്ണമായും രക്ഷപ്പെടുത്തി. എന്നാൽ കപ്പലിൽ 640 കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നു. 640 കണ്ടെയ്നറുകളിൽ 13 എണ്ണം അപകടകരമായ വസ്തുക്കൾ ഉള്ളതും 12 എണ്ണത്തിൽ കാൽസ്യം കാർബൈഡുമായിരുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ കപ്പലിൽ നിന്നുള്ള എണ്ണയും രാസവസ്തുക്കളും കടലിൽ കലരുന്നത് വലിയ പാരിസ്ഥിതിക ഭീഷണിയാണ് കേരള തീരത്ത് സൃഷ്ടിച്ചത്. ഇതേ തുടർന്ന് കേരള ദുരന്ത നിവാരണ അതോറിറ്റി തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി കപ്പൽ ദുരന്തത്തെ സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചു.
കേരള തീരം സുരക്ഷിതമാണ് എന്നുറപ്പാക്കുന്നതിന്റെ ഭാഗമായി പ്രത്യേക ഡ്രൈവുകൾ പരിസ്ഥിതി വകുപ്പും ഫിഷറീസ് വകുപ്പും ചേർന്ന് നടത്തി. പാരിസ്ഥിതിക പ്രതിരോധ പ്രവർത്തനങ്ങളും സർക്കാർ ഊർജിതമാക്കി. 9,531 കോടി രൂപയുടെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കപ്പൽ കമ്പനിക്കെതിരെ സർക്കാർ കേസ് ഫയൽ ചെയ്തു. അഡ്മിറാലിറ്റി സ്യൂട്ട് ഫയൽ ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ടെന്ന് പറഞ്ഞ ഹൈക്കോടതി MSCയുടെ വിഴിഞ്ഞത്ത് നങ്കൂരമിട്ട മറ്റൊരു കപ്പലിനെ നഷ്ടപരിഹാരം ലഭിക്കുന്നതുവരെ അറസ്റ്റ് ചെയ്യാനും നിർദ്ദേശിച്ചു. കൂടാതെ 1,227.62 കോടി രൂപ സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി കെട്ടിവെക്കാനും ഹൈക്കോടതി നിർദ്ദേശം. ആ നിയമ പോരാട്ടം ഇപ്പോഴും തുടരുന്നു. അതേസമയം കടലിൽ ഒഴുകി നടക്കുന്ന കണ്ടെയ്നറുകൾ കാരണം ഉപജീവനമാർഗം തടസ്സപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് 1000 രൂപയുടെ ഇടക്കാല ധനസഹായം സംസ്ഥാന സർക്കാർ നൽകി. മത്സ്യത്തൊഴിലാളി മേഖലയ്ക്കുണ്ടാക്കിയ നഷ്ടം വിലയിരുത്തി വകുപ്പ് സർക്കാരിന് റിപ്പോർട്ട് നൽകി. പാരിസ്ഥിതിക നാശനഷ്ടം വിലയിരുത്തുന്നതിനായി പ്രത്യേക സമിതിയെ നിയോഗിച്ചു. സമിതിയുടെ പഠനം അന്തിമഘട്ടത്തിലാണ്. പരിസ്ഥിതിയെയും മത്സ്യത്തൊഴിലാളികളെയും സാരമായി ബാധിച്ച കടൽ ദുരന്തത്തിൽ നിയമ പോരാട്ടത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു സംസ്ഥാന സർക്കാർ. വികസനം ഫലവത്താകുന്നത് സംസ്ഥാനത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന പദ്ധതികളിലൂടെയും സാധാരണക്കാരന്റെ ജീവിതത്തെ സ്പർശിക്കുന്ന മാറ്റങ്ങളിലൂടെയുമാണ്. വിജയക്കുതിപ്പ് തുടരുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ആദ്യഘട്ട കമ്മീഷനിങ്ങിലൂടെ അന്താരാഷ്ട്ര തലത്തിൽ സ്ഥിരം സാന്നിധ്യമായി. ആഗോള ചരക്ക് ഗതാഗത ഭൂപടത്തിൽ കേരളത്തെ അടയാളപ്പെടുത്തുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ആ കുതിപ്പ് തുടരുകയാണ്. 2025 മെയ് 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗികമായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ആദ്യഘട്ട കമ്മീഷൻ നിർവഹിച്ചു. This is not just a new port, but the beginning of a new era. ഇത് കേരളത്തിന്റെ വാണിജ്യ വ്യവസായ രംഗത്ത് വലിയ മുന്നേറ്റം നൽകുന്ന ഒന്നായി. തുറമുഖം ഇന്ത്യയുടെ പ്രധാന ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബായി മാറുന്ന ഘട്ടം. 2024 ഡിസംബർ 3 ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി വാണിജ്യതലത്തിൽ പ്രവർത്തനമാരംഭിച്ചപ്പോൾ 1 വർഷത്തിനകം 10 ലക്ഷം കണ്ടെയ്നറുകൾ വിഴിഞ്ഞത്ത് കൈകാര്യം ചെയ്യാനാകും എന്നതായിരുന്നു പ്രതീക്ഷ. എന്നാൽ എത്തിയത് 14 ലക്ഷം കണ്ടെയ്നറുകൾ. ഇതിനൊപ്പം 1 വർഷത്തിനിടെ വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടത് 600-ൽ ഏറെ കപ്പലുകളും. ഇപ്പോൾ വന്നിരിക്കുന്ന 97 കോടിയോളം രൂപയാണ് നികുതി ഇനത്തിൽ സർക്കാരിലേക്ക് വന്നിട്ടുള്ളതെന്നാണ് ഇപ്പോഴത്തെ കണക്ക്. തുറമുഖത്തിന്റെ 2ഉം 3ഉം 4ഉം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരുമിച്ച് വേഗത്തിൽ പൂർത്തിയാക്കാനാണ് നിലവിലെ തീരുമാനം. 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പുതുവർഷത്തിൽ തന്നെ തുടക്കമാകും. 2ാം ഘട്ടത്തിൽ നിലവിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതോടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ ശ്രദ്ധയാകർഷിക്കുന്ന തുറമുഖമായി മാറും. നിലവിലുള്ള 800 മീറ്റർ ബെർത്ത് 2000 മീറ്ററാകും. ഇതോടെ 5 കപ്പലുകൾക്ക് ഒരേ സമയം ചരക്കിറക്കാനാകും എന്നതാണ് നേട്ടം. വിഴിഞ്ഞം തുറമുഖം പ്രദാനം ചെയ്യുന്ന തൊഴിലവസരങ്ങളാണ് മറ്റൊരു പ്രധാന ആകർഷണം. സർക്കാർ പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗത്തിലും ആഴത്തിലും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ആഗോള സമുദ്ര ചരക്ക് ഗതാഗത ഭൂപടത്തിൽ കേരളത്തെ അടയാളപ്പെടുത്തുകയാണ്. ആദ്യമായൊരു സർക്കാർ ജനറൽ ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ ചരിത്ര മുഹൂർത്തത്തിനും 2025 കേരളം സാക്ഷ്യം വഹിച്ചു. സമൂഹത്തിന്റെ സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യർക്ക് കൂടി നേരിട്ട് അനുഭവിക്കാൻ കഴിയുമ്പോൾ മാത്രമാണ് വികസനം എന്ന വാക്ക് അർത്ഥപൂർണമാകുന്നത്. ലക്ഷങ്ങൾ സ്വകാര്യ ആശുപത്രികളിൽ മുടക്കി മാത്രം ചെയ്യാൻ കഴിയുന്ന വലിയ ശസ്ത്രക്രിയകൾ ഉൾപ്പെടെ സാധാരണക്കാരന് സർക്കാർ ആശുപത്രികളിൽ പ്രാപ്യമാക്കുന്നു എന്നതാണ് വലിയ നേട്ടം. ചരിത്രത്തിൽ ആദ്യമായി സംസ്ഥാനത്തെ ഒരു സർക്കാർ ജനറൽ ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കുന്നതിനും 2025 കേരളം സാക്ഷ്യം വഹിച്ചു. മസ്തിഷ്ക മരണം സംഭവിച്ച കൊല്ലം ചാത്തന്നൂർ സ്വദേശി ഷിബുവിന്റെ ഹൃദയമാണ് നേപ്പാൾ സ്വദേശിയായ ദുർഗാകാമയ്ക്ക് പുതുജീവൻ നൽകിയത്. ഇന്ത്യക്കാരി അല്ലാത്തതിനാൽ കേന്ദ്ര സർക്കാർ നിയമം തടസ്സമായിരുന്നു. അവയവങ്ങൾ ദാനം ചെയ്യാൻ ഷിബുവിന്റെ ബന്ധുക്കൾ തയ്യാറായതോടെ ചികിത്സയുടെ മുഴുവൻ ഉത്തരവാദിത്തവും സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തു. പിന്നാലെ ദ്രുതഗതിയിൽ നടപടികൾ. സർക്കാരിന്റെ എയർ ആംബുലൻസിൽ ഹൃദയം കൊച്ചിയിലേക്ക്.
സഹോദരിയെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ കേരളത്തെ ദുർഗയുടെ സഹോദരൻ ഹൃദയത്തോട് ചേർത്തു. केरल में जाके इधर करेंगे तो all happen. Yes. ജാതിമത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഭൂമിശാസ്ത്രപരമായ അതിർത്തികൾക്കും അപ്പുറത്തുള്ള സംസ്ഥാന സർക്കാരിന്റെ ജനകീയ ഇടപെടലിന്റെ തെളിവായിരുന്നു ഇത്. നഷ്ടങ്ങൾ എന്നും നമുക്ക് ഹൃദയഭേദകമാണ്. ഒരു ജനതയുടെ പ്രിയപ്പെട്ടവരാകുമ്പോൾ ആ ആഘാതം ചെറുതല്ല. കേരളത്തിൻ്റെ വിപ്ലവ സൂര്യൻ VS അച്യുതാനന്ദൻ്റെ വിടവ് അത് നികത്താൻ കഴിയാത്ത ഒന്നായി അവശേഷിക്കുന്നു. മലയാളികളുടെ പ്രിയപ്പെട്ട ശ്രേണി ഇനി ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും ഇല്ല. തലനരക്കുകയല്ല എന്റെ വൃദ്ധത്വം, തലനരക്കാത്തതല്ല എന്റെ യുവത്വവും. കൊടിയ ദുഷ്പ്രഭുത്വത്തിൻ തിരുമുമ്പിൽ തലകുനിക്കാത്തതാണെന്റെ യൗവനം, തലകുനിക്കാത്തതാണെന്റെ യൗവനം. കണ്ണേ കരളേ എന്ന് മലയാളികൾ വിളിച്ച ഒരേ ഒരു നേതാവ്. VS എന്ന ആ രണ്ടക്ഷരം ഓർമ്മകളിലെ ചെന്താരകമാണ് ഇന്ന്. 102-ാം വയസ്സിൽ അദ്ദേഹം വിടവാങ്ങിയപ്പോൾ ഏറ്റവും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിനെയാണ് ലോകത്തിന് നഷ്ടമായത്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് 4 വർഷമായി വിശ്രമ ജീവിതത്തിലായിരുന്നു VS. അപ്പോഴും VS എന്ന ആ സാന്നിധ്യം നമുക്കിടയിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഹൃദയാഘാതത്തെ തുടർന്ന് ജൂൺ 23 മുതൽ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ സഹായത്തോടെ ചികിത്സയിൽ. ജൂലൈ 21-ന് നില അതീവ ഗുരുതരമാവുകയും തുടർന്ന് അന്ത്യം സംഭവിക്കുകയുമായിരുന്നു. VS ഈ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ സൃഷ്ടിയാണ് എന്ന സത്യം ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കണം. കേരളവും രാജ്യവും കണ്ട അതുല്യനായ കമ്മ്യൂണിസ്റ്റ് പോരാളിയാണ് ഇന്ന് നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നത്. ഒരു മനുഷ്യായുസ് മുഴുവൻ അധസ്ഥിത ജനവിഭാഗങ്ങളുടെ മോചനത്തിനു വേണ്ടി പ്രവർത്തിച്ച മഹാനായ വിപ്ലവകാരിയായിരുന്നു സഖാവ് VS. 1923 ഒക്ടോബർ 20-ന് ആലപ്പുഴ ജില്ലയിലെ പുന്നപ്രയിൽ വേലിക്കകത്ത് ശങ്കരന്റെയും അക്കമ്മയുടെയും മകനായാണ് ജനനം. 4-ാം വയസ്സിൽ അമ്മയെയും 11-ാം വയസ്സിൽ അച്ഛനെയും നഷ്ടപ്പെട്ടു. ചെറുപ്പകാലം മുതൽ തന്നെ തൊഴിലാളികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോരാടി. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആരംഭം മുതൽ പ്രസ്ഥാനത്തോടൊപ്പമായിരുന്നു VS അച്യുതാനന്ദൻ. കേരളം കണ്ട ഏറ്റവും ജനപ്രിയ നേതാവ്, അടിയുറച്ച കമ്മ്യൂണിസ്റ്റ്, തികഞ്ഞ പോരാളി, അതായിരുന്നു VS അച്യുതാനന്ദൻ. പുന്നപ്ര വയലാർ സമരത്തിന്റെ മുന്നണി പോരാളി. തുടർന്ന് 1.5 വർഷത്തോളം ജയിലിൽ കഴിഞ്ഞു. കൊടിയ മർദ്ദനങ്ങൾക്കിരയായി. അടിയന്തരാവസ്ഥക്കാലത്തുൾപ്പെടെ 4.5 വർഷത്തോളം തടങ്കലിലും 5 വർഷത്തോളം ഒളിവിലും. 1964-ൽ പാർട്ടി പിളരുമ്പോൾ CPI ദേശീയ കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോയി CPIM രൂപവൽക്കരിച്ചവരിൽ ശേഷിച്ചിരുന്ന അവസാനത്തെ കമ്മ്യൂണിസ്റ്റ്. മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും എന്നും അദ്ദേഹം നിലകൊണ്ടത് സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യർക്കു വേണ്ടി മാത്രം. പാർട്ടി നേതൃത്വത്തിൽ ഇരുന്നപ്പോൾ പാർട്ടിയുടെ വളർച്ചയ്ക്കായി എന്നും പ്രവർത്തിച്ച നേതാവ്. ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനായും അദ്ദേഹം പ്രവർത്തിച്ചു. VSന്റെ മരണവാർത്തയറിഞ്ഞ് ആശുപത്രിയിൽ എത്തിയവരുടെ നിര അങ്ങനെ നീണ്ടു. മുദ്രാവാക്യങ്ങളുടെ അകമ്പടിയോടെ സ്വന്തം തട്ടകമായ AKG സെന്ററിലേക്ക്. അവിടെയും നിലയ്ക്കാത്ത ജനപ്രവാഹം. തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ കാണുവാൻ വേണ്ടിയുള്ള ആ പ്രവാഹം സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിന് മുന്നിലും നാം കണ്ടു. അവസാനമായി സ്വന്തം ജനങ്ങൾക്കിടയിലൂടെയുള്ള VSന്റെ അവസാനത്തെ യാത്ര ആലപ്പുഴയിലേക്ക്. രാത്രിയെ പകലാക്കി ഓരോ കേന്ദ്രങ്ങളിലും ആയിരക്കണക്കിന് പേരാണ് VSന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാനായി കാത്തുനിന്നിരുന്നത്. അതിന് സമാനമായ സാഹചര്യം തന്നെയായിരുന്നു വേലിക്കകത്തെ വീട്ടിലേക്ക് എത്തിയപ്പോഴും
പാർട്ടി ഓഫീസിലേക്ക് എത്തിയപ്പോഴും VS-നെ വിപ്ലവസൂര്യരാക്കിയ സമരങ്ങൾക്ക് തുടക്കമിട്ട പുന്നപ്രയിൽ സ്വന്തം സഖാക്കൾ ഉറങ്ങുന്ന വലിയ ചുടുകാടിന്റെ മണ്ണിൽ അന്ത്യവിശ്രമം. പ്രകൃതിക്ക് പോലും ആ വിയോഗം ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. ഇപ്പോഴും കേരള ജനത ഉറക്കെ പറയുന്നു, ഇല്ല ഇല്ല, മരിച്ചിട്ടില്ല, VS ജീവിക്കുന്നു ഞങ്ങളിലൂടെ. കണ്ണേ കരളെ VS-എ, ആ വിപ്ലവ സൂര്യനെ ഓർത്ത് ഇന്നും മലയാളികൾ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. സാധാരണക്കാരുടെ ജീവിതങ്ങളെ അസാധാരണ മിഴിവോടെ അവതരിപ്പിച്ച തിരക്കഥാകൃത്തും നടനും സംവിധായകനുമായ ശ്രീനിവാസൻ എന്ന മലയാളികളുടെ പ്രിയപ്പെട്ട ശ്രീനി ഇനി നമുക്കൊപ്പമില്ല. ഉദയംപേരൂരിലെ വീട്ടിൽ വിശ്രമത്തിലായിരുന്ന ശ്രീനിവാസനെ ഡയാലിസിസിനായി കൊണ്ടുപോകവെയാണ് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതും തുടർന്ന് തൃപ്പുണിത്തറ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതും. പക്ഷേ രാവിലെ 8:30 ശ്രീനിവാസൻ നമ്മെ വിട്ടുപിരിഞ്ഞു. 1956 ഏപ്രിൽ 4 തലശ്ശേരിക്കടുത്തുള്ള പാട്യത്ത് ജനനം. മട്ടന്നൂർ പഴശ്ശിരാജ NSS കോളേജിൽ നിന്ന് ബിരുദവും മദ്രാസ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ചലച്ചിത്ര അഭിനയത്തിൽ പരിശീലനവും നേടിയ ശ്രീനിവാസൻ 1977 PA ബക്കറുടെ മണിമുഴക്കം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമാരംഗത്ത് എത്തിയത്. ആക്ഷേപഹാസ്യത്തിന്റെ സാധ്യതകൾ സൂക്ഷ്മമായി തന്നെ പ്രയോഗിച്ച ശ്രീനിവാസന്റെ ആദ്യകാല സിനിമകൾ സാധാരണ മനുഷ്യരുടെ ജീവിതത്തിന്റെ നിസ്സഹായതകളും സങ്കടങ്ങളും മിഴിവോടെയാണ് ആവിഷ്കരിച്ചത്. നടൻ എന്ന നിലയിലും തിരക്കഥാകൃത്ത് എന്ന നിലയിലും സംവിധായകൻ എന്ന നിലയിലും പ്രേക്ഷകരെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്ത വ്യക്തി എന്ന പ്രത്യേകതയും ശ്രീനിവാസന് സ്വന്തം. തൃപ്പുണിത്തറ താലൂക്ക് ആശുപത്രിയിൽ വെച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞ ശ്രീനിവാസനെ കാണാനായി സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നുള്ളവരുടെ പ്രവാഹമായിരുന്നു പിന്നീട് കണ്ടത്. വീട്ടിലും പൊതുദർശനത്തിന് വെച്ച ടൗൺഹാളിലും ആ പ്രവാഹം തുടർന്നു. അഭ്രപാളിക്ക് മുന്നിലും പിന്നിലും പ്രവർത്തിച്ച ശ്രീനിവാസൻ പക്ഷേ അതിനപ്പുറത്തേക്ക് മനുഷ്യ മനസ്സുകളിൽ ഇടം നേടിയിരുന്നു. മലയാളത്തിന്റെ സ്വന്തം ശ്രീനി. ചിന്തിച്ചും ചിരിപ്പിച്ചും നീണ്ട 48 വർഷത്തെ സിനിമാ ജീവിതം. എന്നും എല്ലാവർക്കും നന്മകൾ മാത്രം നേർന്നുകൊണ്ട് പേനയും പേപ്പറും നെഞ്ചോട് ചേർത്ത് വലിയ ലോകത്ത് നിന്നും ചെറിയ ശ്രീനി വിട പറഞ്ഞു. 2025 അവസാനിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തോടെയാണെങ്കിൽ 2026 വരവേൽക്കാൻ സജ്ജമായി നിൽക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. സർവ്വതല സ്പർശിയായ വികസനത്തിന്റെ തുടർച്ച, അതോടൊപ്പം ജനക്ഷേമം. അതുതന്നെയാകട്ടെ ഈ കേരളത്തിന്റെ 2026 മുഖമുദ്ര എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഈ പൂക്കൾ പോലെ നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതം നിറങ്ങളാൽ സമ്പന്നമാകട്ടെ എന്നും ആശംസിക്കുന്നു. വർഷചക്രത്തിന് വിട നൽകുക.